ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭയുടെ പാതയിലെ അറിയപ്പെടാത്ത വിശുദ്ധർ, ദി അൺനോൺ സെയിൻസ് ഓൺ ദി പാത്ത് ഓഫ് ലൈറ്റ് എന്ന സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ തല വെട്ടിക്കൊന്നു, പക്ഷേ അവൻ മരിച്ചില്ല. അവൻ തൻ്റെ തല തന്നെ കയ്യിലെടുത്ത് നടക്കുകയും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയും എന്ന ചരിത്രം പറയുന്ന ഒരു വിശുദ്ധൻ. ഇത് ഒരു കഥയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് കാണിക്കുന്ന ഒരു സത്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം അറിയാൻ പോകുന്നത് മഹത്തായ ഒരു സാക്ഷിയായ സെയിൻറ്റ് ഡേനീസ് ഓഫ് പാരീസ് അഥവാ വിശുദ്ധ ഡയനീഷ്യസിനെ കുറിച്ചാണ്. വിശുദ്ധ ഡയനീഷ്യസ് ഫ്രാൻസിലെ ആദ്യകാല ക്രിസ്തീയ പ്രസംഗകരിൽ ഒരാളായിരുന്നു. പൗലോസ്ലീഹയുടെ ശിഷ്യനായിരുന്ന ഡയനീഷ്യസ് ഏഥൻസിലെ മെത്രാനായിരുന്നു. പിന്നീട് പോപ്പ് ക്ലെമന്റ് അദ്ദേഹത്തെ ഫ്രാൻസിലെ സുവിശേഷവൽക്കരണത്തിനായി നിയോഗിച്ചയച്ചു. ഫ്രാൻസിലെ അപ്പോസ്തലനായ വിശുദ്ധ ഡെന്നീസ് AD 119 ഒക്ടോബർ 9 രക്തസാക്ഷിയായി. അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തുന്നത് ഇഷ്ടപ്പെടാത്ത അധികാരികൾ അദ്ദേഹത്തെ തല വെട്ടിക്കൊല്ലുകയായിരുന്നു. എങ്കിലും അദ്ദേഹം തൻ്റെ തല തന്നെ കയ്യിലെടുത്ത് കുറച്ചു ദൂരം നടക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പൈശാചിക ബാധ, തലവേദന എന്നിവയിൽ വിശ്വാസികൾ ഡയനീഷ്യസിന് മധ്യസ്ഥം തേടാറുണ്ട്. ഒക്ടോബർ 9 വിശുദ്ധ ഡയനീഷ്യസിന്റെ തിരുനാളായി സഭ ആചരിക്കുന്നു. നമുക്കും വിശുദ്ധ ഡയനീഷ്യസിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശോഭയാർന്ന ദാസൻ വിശുദ്ധ ഡയനീഷ്യസെ വിശുദ്ധ പൗലോസ്ലീഹയുടെ പ്രബോധനങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തി അവിടുത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ അവിടുത്തേക്കായി ജീവിതം മുഴിഞ്ഞു വെച്ച അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. അങ്ങേ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടട്ടെ. മരണത്തിൻ്റെ മുന്നിൽ പോലും ക്രിസ്തുവിനുള്ള സ്നേഹത്തിന് ഉലച്ചിൽ തട്ടാത്തവനെ, ദൈവജ്ഞാനത്തിലും സ്നേഹത്തിലും അടിയുറച്ച് നിലനിൽക്കാനും വളരാനും അതുവഴി അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് ശാന്തി നൽകാനും അങ്ങ് എനിക്ക് വേണ്ടിയും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ദൈവത്തോട് കേണപേക്ഷിക്കണമേ. അങ്ങേ ശക്തിയേറിയ മാധ്യസ്ഥയാൽ സ്വമനസ്സാലെ ദൈവശുശ്രൂഷ ചെയ്യാനും ദൈവത്തിനായി സ്വയം സമർപ്പിക്കാനും അവിടുത്തെ ശുശ്രൂഷയിൽ സ്ഥിരമായി നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലും പരിശുദ്ധ കന്യാമറിയാത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് ഈ നൊവേന വഴി ഞങ്ങൾ മധ്യസ്ഥം തേടുന്ന വിശുദ്ധ ഡയനീഷ്യസിൻ്റെ യോഗ്യതയാലും ഞങ്ങളുടെ അപേക്ഷകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ യോഗ്യതകളെല്ലാം പകരമോ നിന്റെ കരുണയൊന്നു മാത്രമാണ് കർത്താവെ ഞങ്ങളെ നയിക്കുന്നത്. ദയാനിധിയായ കർത്താവെ, അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ വർഷിച്ചാലും പ്രത്യേകമായി ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും ഞങ്ങളിപ്പോൾ അത്യന്താപേക്ഷിതമായി ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ഈ വീഡിയോയിലും ഈ പ്രാർത്ഥനയിലും ഇത്രയും നേരം പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണുന്നതുവരെ നിങ്ങൾ ഓരോരുത്തർക്കും ദൈവകൃപയും കരുണയും എന്നും ചൊരിയപ്പെടുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.